ആ ഇന്ത്യൻ വംശജ ഇനി വിശ്രമത്തിലേക്ക്. 27 വർഷത്തെ ത്രസിപ്പിക്കുന്ന ഔദ്യോഗിക ജീവിതത്തിന് ശേഷം സുനിത വില്യംസ് നാസയിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. ലോകം കണ്ട ഏറ്റവും മികച്ച ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളുടെ യാത്രയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. 1965 സെപ്റ്റംബർ 19 അമേരിക്കയിലെ ഓഹോയിലാണ് സുനിത ജനിച്ചത്. ഗുജറാത്തിൽ നിന്ന് കുടിയേറിയ പ്രശസ്ത ന്യൂറോ അനാട്ടമിസ്റ്റ് ഡോക്ടർ ദീപക് പാണ്ഡെയുടെയും സ്ലൊവേനിയൻ വംശജ പോണിയുടെയും മകൾ. കുട്ടിക്കാലത്ത് ഒരു മുങ്ങൽ വിദഗ്ധനാകാനോ അല്ലെങ്കിൽ ഒരു മൃഗഡോക്ടറാകാനോ ആയിരുന്നു സുനിത ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ വിധി അവൾക്കായി കരുതിവെച്ചത് അനന്തമായ ആകാശമായിരുന്നു. 3 തവണയായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിത യാത്ര നടത്തി. 2006 ഡിസ്കവറി പേടകത്തിലെ ആദ്യ യാത്ര, 2012 സോയൂസ് പേടകത്തിൽ രണ്ടാമത്തെ ദൗത്യം. റെക്കോർഡുകൾ ഇങ്ങനെ: 9 തവണയായി 62 മണിക്കൂറിലധികം സ്പേസ് വാക്ക് നടത്തിയ വനിത, ബഹിരാകാശത്ത് മാരത്തൺ ഓടിയ ആദ്യ വ്യക്തി, മൊത്തം 608 ദിവസം ഭ്രമണപഥത്തിൽ ചെലവഴിച്ച് അവർ ചരിത്രം കുറിച്ചു. വിരമിക്കുന്നതിന് മുൻപുള്ള അവസാന ദൗത്യം ഒരുപക്ഷെ സുനിതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. 2024 ജൂണിൽ വെറും 8 ദിവസത്തേക്ക് പോയ സുനിതയും സഹസഞ്ചാരി ബുച്ച് വിൽമോറും പേടകത്തിന്റെ സാങ്കേതിക തകരാറ് മൂലം 9 മാസത്തോളം ബഹിരാകാശത്ത് കുടുങ്ങി. പക്ഷേ ആ പ്രതിസന്ധിയിലും തളരാതെ അവർ അവിടെ പരീക്ഷണങ്ങൾ തുടർന്നു. ഒടുവിൽ 2025 മാർച്ചിൽ സ്പേസ് എക്സിന്റെ ക്രൂ 9 ദൗത്യത്തിലൂടെ അവർ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. സുനിതയ്ക്ക് ഇന്ത്യ എന്നും തൻ്റെ അമ്മ വീട് പോലെയായിരുന്നു. ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും കൊണ്ടുപോയ അവർ എന്നും തൻ്റെ വേരുകളെ ഓർത്തിരുന്നു. ഭാവിയിലെ പരിവേഷകർക്ക് ഞങ്ങളുടെ അധ്വാനം പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പടിയിറങ്ങുന്നത്. ആകാശത്തിനും അപ്പുറം സ്വപ്നം കാണാൻ ഒരു തലമുറയെ പഠിപ്പിച്ച സുനിത വില്യംസിന് നമുക്ക് നന്ദി പറയാം.